നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് നമുക്ക് വളരെ ഈസിയായി പെട്ടെന്ന് ഒരു മീൻ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിൽ അധികം കൂട്ടുകളൊന്നുമില്ല. പച്ചമുളകിന്റെ നല്ല മണമുള്ള ഒരു മീൻ കറിയാണ്. ഈ കറി ചോറ്, ചപ്പാത്തി എന്നിവയുടെ കൂടെ ഉപയോഗിക്കാവുന്നതാണ്. വെൽക്കം ടു ദി വീഡിയോ. 1/2 കിലോ കിളിമീനാണ് ഇന്ന് കറി വെക്കാൻ എടുത്തിട്ടുള്ളത്. ആദ്യമായി 4 പച്ചമുളക് നടുവേ കീറിയത് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ 5 പച്ചമുളക് വരെ ഇട്ട് കൊടുക്കാം. ഈ കറിക്ക് പച്ചമുളകിന്റെ മണം മുന്തി നിൽക്കണം. അതാണ് ഈ കറിയുടെ പ്രത്യേകത. ഇനി ഒരു നോർമൽ സൈസ് തക്കാളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഒരു 1/2 ഇഞ്ച് ഇഞ്ചിയുടെ പകുതി ചെറുതായി കൊത്തിയെരിഞ്ഞ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു കുടംപുളി ഇതുപോലെ കഴുകി വെള്ളത്തിൽ കുതിർത്ത് വെക്കാം, പിന്നീട് ഉപയോഗിക്കാം. ഇനി നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. ഒരു മിക്സി ജാറിലേക്ക് 3/4 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു ഡാർക്ക് ഓറഞ്ച് കളറാണ് നമുക്ക് കറി ഉണ്ടാവേണ്ടത്. അപ്പോൾ ആ തരത്തിൽ വേണം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കേണ്ടത്. ഇതിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച പോലെ ഒരു ഓറഞ്ച് കളറിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുതിർത്ത് വച്ചിരിക്കുന്ന പുളി നന്നായി പിഴിഞ്ഞിട്ട് ഇതിന്റെ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ പുളിവെള്ളം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ പുളി വേണമെങ്കിൽ പുളിയും കൂടി ചേർക്കാവുന്നതാണ്. പക്ഷേ കറിയിൽ ആവശ്യത്തിന് കൂടുതൽ പുളി കൂടുന്നത് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം മിക്സി ജാറിലേക്ക് ഒഴിച്ച് അതിനകത്തുള്ള ബാക്കി തേങ്ങ അരച്ചതെല്ലാം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 1 കപ്പ് വെള്ളം ചേർത്ത് ഒഴിച്ചു കൊടുക്കാം. ഇനി അല്പം കറിവേപ്പില ചേർക്കാം. ഉപ്പ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നീട് ഞാൻ 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തം 2 ഗ്ലാസ് ചേർത്തു. കറി വറ്റി വരുമ്പോൾ കറക്റ്റ് ആകും. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ 15 മിനിറ്റ് വേവിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ട് 10 മിനിറ്റ് വരെ വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ കറി നല്ല രീതിയിൽ തിളച്ചു വന്നിട്ടുണ്ട്. പച്ചമുളക് മണമെല്ലാം വരുന്നുണ്ട്. ഈ സമയം ഉപ്പ് നോക്കാവുന്നതാണ്. ആവശ്യമെങ്കിൽ ചേർക്കാം. കറി ഇറക്കുന്നതിന് മുന്നേ കുറച്ച് കറിവേപ്പില കൂടി ഇടാം. പിന്നെ നേരത്തെ മാറ്റിവെച്ച ഇഞ്ചിയുടെ ബാക്കി ചെറുതായി അരിഞ്ഞത് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇത് കറിക്ക് നല്ല മണവും രുചിയും കൂട്ടും. കണ്ടില്ലേ, സൂപ്പർ കറി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിലേക്കും ചപ്പാത്തിയിലേക്കും നല്ല രുചിയോടുകൂടി കഴിക്കാൻ പറ്റും. കറി റെഡിയായിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് അടച്ചു വെക്കുക, കറിയെല്ലാം ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി.